അത് രാഹുൽ ഒരു കാര്യം അതായത് അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല. എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ രാജിക്കത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ ഇതുവരെ രാജിയും വെച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇതുവരെ രാജിയും വെച്ചിട്ടില്ല. ഈ നിമിഷം ഇപ്പോൾ എത്ര മണിയായി? 1:25 വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല. എന്നോടാരും രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളപ്പോൾ ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമായിട്ട് ആ സമയത്ത് ബോധപൂർവമായി ചില മാധ്യമ സ്ഥാപനങ്ങൾ വളരെ ബോധപൂർവമായി ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്, വാർത്ത കയറിയുന്ന ആളുകളുണ്ട്, ന്യായമായിട്ട് വാർത്ത കയറിയുന്നുണ്ട്. അതല്ലാതെ പിന്നെ വളരെ ബോധപൂർവമായി സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്ത ചെയ്യുന്ന മാധ്യമ സ്ഥാപനമുണ്ട്. ചില ആളുകളുടെ വലിയ വിധി പ്രസ്താവങ്ങളൊക്കെ കേട്ടിരുന്നു. ആ ആളുകളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ. അത് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കുന്നത് വരെ ഇനിയും ദയവ് ചെയ്ത് എന്നോട് ചോദ്യം ചോദിക്കുന്നുള്ള റിക്വസ്റ്റ് നിങ്ങളോട് വയ്ക്കുകയാണ്. ആജ്ഞയല്ല, ആക്ഷേപമല്ല. ഞാനൊന്ന് പറയട്ടെ. ഞാൻ എൻ്റെ മാധ്യമ സമ്മേളനമല്ലേ സഹോദര, എൻ്റെ മാധ്യമ സമ്മേളനത്തിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. അതല്ലേ മര്യാദ. അപ്പോൾ ഈ മാധ്യമ സ്ഥാപനത്തിൽ വലിയ ജഡ്ജ്മെൻ്റൊക്കെ നടത്തിയ ആളുകളെ നമുക്കറിയാം. ഈ ആളുകളെയൊക്കെ നമുക്കറിയാം, കൃത്യമായിട്ടറിയാം. അവരെപ്പറ്റി നമുക്ക് വളരെ ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് പൊതുവിടത്തിൽ, സൈബറിടത്തിൽ, മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ഈ നിമിഷം വരെ എന്നെപ്പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ, എൻ്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പദവി ഇന്നിപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണോ, ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, മെനങ്ങാന്ന് NSU സെക്രട്ടറി ആയിരുന്നു, ASU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ആളാണ് ഞാൻ. അതൊന്നുമല്ല എൻ്റെ പദവി. എൻ്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ പദവി. ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത്. ആ പ്രതിനിധിയാണ് ഇപ്പോഴും എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല. ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല. ഏതെങ്കിലും മാധ്യമ സ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ സ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതിൻ്റെ പേരിൽ എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എൻ്റെ പാർട്ടിയാണ്. ആ ബോധ്യം എനിക്കുണ്ട്. അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ BJP ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു. വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളെ കേട്ടു. ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ? നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നത്. ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമ സ്ഥാപനത്തിനും പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെയൊന്നും നമുക്കറിയില്ലേ. നമ്മളും തിരിച്ചങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയല്ലോ. ഞാനത് ഭീഷണിപ്പെടുത്തുകയല്ല. അതൊന്നുമല്ല നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കോൺഗ്രസിൻ്റെ പ്രവർത്തകന് ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കില്ല പണി. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും. അത് ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ പോയി എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ്. നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. ഉത്തമമായ ബോധ്യമാണ്.